തല ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നില്ലേ? പടം കണ്ട് തല ഇറങ്ങിയ അവസ്ഥയാണ്. അനുഗ്രഹമുള്ളതല്ലേ. ഇനി ഇതേ ആക്ഷൻ ചെയ്ത് വരണം. അദ്ദേഹത്തിനുള്ള അയ്യപ്പന്റെ അനുഗ്രഹമുള്ള ആളാ. അത് ഇനിയും നന്നായിക്കൊണ്ടേയിരിക്കും. ഇത്ര ആക്ഷനൊക്കെ എടുക്കാൻ ആർക്കും പറ്റൂല. ഡെഫിനറ്റ്. ചേട്ടാ നല്ല വയലൻസ് ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഫാമിലി ഫ്രണ്ട് സിനിമയാണ്, നിങ്ങൾ എല്ലാവരും കാണണം. വേറെ ഒന്നും പറയാം. ഫാമിലിനെ കൊണ്ടുവരാണെങ്കിൽ എല്ലാ ഫുള്ള് ഫാമിലി കൊച്ചുങ്ങളെ കൊണ്ടുവരണം. എല്ലാരും കൊണ്ടുവരണം. ബറോസ് കാണാനെന്നും പറഞ്ഞ ഡേമാർ എന്നെ വിളിച്ചോണ്ടുണ്ട്. ഈ മാർക്കോ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്റെ അടുത്ത് പറഞ്ഞ പൈസയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ടിക്കറ്റ് എടുത്തത്. വെറുതെ എന്നെ ഈ ഒരു 12:30 ആയപ്പോ എന്നെ വിളിച്ചു പറയണം, അതെ ബറോസിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാരും വരണമെന്ന്. ഞാൻ പൈസ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓരോരുത്തന്മാര് തല വെട്ടണ്, കൈ വെട്ടണ്. ഇനി വെട്ടാൻ ബാക്കിയൊന്നും ഇല്ല സിനിമയിലുള്ള കാര്യം പറഞ്ഞ. നല്ല സിനിമ എല്ലാവരും കാണണം. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഇനി ഉണ്ണിമുഖന്റെ ബെസ്റ്റ് സിനിമ ആയിരിക്കും. വില്ലൻ അതായിരുന്നു ഏറ്റവും ഒരു മുത്തുമണിയായിട്ടൊരു വില്ലൻ അല്ലേ? ഓ അല്ല, ഇനി അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് മിക്കായലിലാണ്. പക്ഷെ മാർക്ക് അത് മാത്രം ഒരു കുഴപ്പമുണ്ടല്ലോ. അത് കുഴപ്പമില്ല ചേട്ടാ. ഇത് യൂട്യൂബിലൊന്നും ഇടല്ലേ. വീട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഫാമിലി ഫ്രണ്ട്ലി പടം കാണാൻ വരണം എന്നാണ്. അവരെങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്നെ പുറത്തിറക്കില്ല, സ്കൂളിൽ പോലും വിടൂല. ഭയങ്കര സൂപ്പറായിരുന്നു. കിഡിലായിരുന്നു. എക്സ്പെക്ട് ചെയ്തേക്കാളും സൂപ്പറായിരുന്നു. ഉണ്ണിമുന്ത സീനായിരുന്നു. വയലൻസ് ഉണ്ടായിരുന്നു, ബട്ട് എങ്കിലും പക്ഷെ കുട്ടികൾക്ക് അത് കുറച്ച് ഇതായിരിക്കും. ബട്ട് നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റിയ ഫിലിം. കൊള്ളായിരുന്നു. നമ്മൾ വെച്ച് ഭയങ്കര ഇതായിരിക്കും, ബട്ട് സ്റ്റിൽ കൊള്ളായിരുന്നു. ഉണ്ണിമുന്തം സൂപ്പറായിരുന്നു. അവരൊക്കെ കൊള്ളായിരുന്നു. എല്ലാരും നല്ല ആക്ടിങ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു ഭയങ്കര വയലൻസ് ഒക്കെയാണ്, പക്ഷെ വയലൻസ് തന്നെ നല്ല ഇഷ്ടമായി. അതന്നെ, അതാണ് അതിന്റെ മെയിൻ. കൊള്ളായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര വയലൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു. വയലൻസ് സീൻസ് ഇങ്ങനെ ഇത്രയും വയലൻസ് പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല രസമായിരുന്നു. കൊറേ സീൻ അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. വില്ലന്റെ എൻട്രി ആക്ച്വലി ആരും പ്രതീക്ഷിക്കത്തില്ല ഇത്ര നല്ല, പക്ഷെ നല്ലതായിരുന്നു. ഏകദേശം അങ്ങനെ ഇരിക്കുക. എല്ലാം അടിപൊളിയായിരുന്നു. ആക്ടിംഗ് ഒക്കെ ഓക്കെ, നൈസ് ആയിരുന്നു. അതെ അത് അടിപൊളി, വേറെ ലെവലിൽ എടുത്തിട്ടുണ്ട്. വേറെ എന്നിപ്പോ ഹിന്ദിയിലൊക്കെ ഇറക്കിയെങ്കിലും അതിനേക്കാളും കണ്ടായിരുന്നു. ഇത് അതിന് മേലെയാ. ഉണ്ണിമുഖൻ ടോപ്പ്. അത് ഭയങ്കര വികാരമായിരുന്നു. വയലൻസും കാര്യങ്ങളും അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല എടുത്തു പറയാനായിട്ട് ഉണ്ണിമൂന്നനൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിമുഖന്റെ വയലൻസ് ആണ്. അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമൂന്നന്റെ പെർഫോമൻസ് ആക്ച്വലി ഇതുവരെ കാണാത്ത ഒരു ടൈപ്പിലായതുകൊണ്ട് വളരെ നൈസ് ആയിരുന്നു. കൊള്ളായിരുന്നു. ജഗദീഷ് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുള്ള കൊള്ളായിരുന്നു. നല്ലായിരുന്നു. വയലൻസ് ഒക്കെ പീക്കിലാണ്. നൈസായിരുന്നു. കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ട വയലൻസും കാര്യങ്ങളും ഒക്കെ? ഉണ്ണിമുകുന്ദന്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആളുടെ ഒരു ഫാനാക്കി മാറ്റി തന്നെ. രക്ഷയില്ല. അയ്യോ, നെട്ടിച്ച് കളഞ്ഞു. നമ്മളെയൊക്കെ എക്സ്പെക്ട് ചെയ്തില്ല ആളുടെ ഒരു എൻട്രി ഒന്നും. ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നൈസ്. ഇത്രയും വയലൻസ് ഒക്കെ എങ്ങനെ ആദ്യം ഭയങ്കര ഇതായിരുന്നു, പിന്നെ കുഴപ്പമില്ല. എങ്ങനെയുണ്ടോ മൊത്തത്തിൽ പടം? എങ്ങനെയുണ്ട്? നല്ല നന്നായിരുന്നു. എങ്ങനെയുണ്ട് ഉണ്ണിമൂന്നനൊക്കെ? വളരെ നന്നായിരുന്നു. നല്ല ഭയങ്കര വയലൻസ് ആയിരുന്നു. മലയാളത്തിൽ ഇതിനു മുന്നേ ഇങ്ങനെ എത്ര ഒരു വയലൻസ് സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇതുപോലെ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വയലൻസ് ഒക്കെ പീക്കാണ്. മലയാളത്തിൽ ഉണ്ണിമുഖന്റെ പെർഫോമൻസ് എല്ലാം വില്ലനോ ലാസ്റ്റ് അതാണ് ഹൈലൈറ്റ്സ്.